പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കേൾക്കാനും കാണാനും കാത്തിരിക്കുന്ന വാർത്തയാണ് സിനിമാ നടി നടന്മാരുടേത്. തങ്ങളുടെ താരത്തിന്റെ ഏത് വാർത്ത വന്നാലും അത് എന്താണെന്നറിയാനുള്ള ആകാംക്ഷയായിരിക്കും ആരാധകർക്ക്. എന്നാൽ ഇപ്പോൾ സിനിമാ മേഖലയിലെ ചില പ്രമുഖർ ഈ സാമ്പത്തിക വർഷം അടച്ച ടാക്സിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഫോർച്യൂൺ ഇന്ത്യയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. റിപ്പോർട്ടിൽ ഒന്നാമതായി ഇടം പിടിച്ച പേര് ബോളിവുഡ് സൂപ്പർ താരം ഷാറുഖ് ഖാന്റേതാണ്. 92 കോടി രൂപയാണ് ഷാറുഖ് ഖാൻ നികുതി അടച്ചത്. 2024 ഹുറൂൺ ഇന്ത്യ റിച്ച് ലിസ്റ്റ് പ്രകാരം കണക്കനുസരിച്ച് 7300 കോടിയിലധികമാണ് ഇദ്ദേഹത്തിന്റെ ആസ്തി. നടന്റെ ആസ്തി അദ്ദേഹത്തിന്റെ ബിസിനസ്സുകളിൽ നിന്ന് കൂടിയാണ്. അതേസമയം രണ്ടാം സ്ഥാനത്ത് ദളപതി വിജയ് ആണുള്ളത്. 80 കോടിയാണ് നടൻ നികുതി അടച്ചത്. നടന്റേതായി സമീപകാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വലിയ ഹിറ്റായി മാറിയിരുന്നു. ജൂൺ മാസത്തിൽ ബിസിനസ് ഇൻഡിസൈർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള നടന്മാരിൽ 3-ാം സ്ഥാനത്താണ് വിജയ്. സിനിമാ ജീവിതം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് കടക്കാനിരിക്കുന്ന വിജയ്ക്ക് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയാണുള്ളത്. റിപ്പോർട്ട് പ്രകാരം ഒരു ചിത്രത്തിന് 130 കോടി രൂപ മുതൽ 200 കോടി വരെയാണ് വിജയ് ഈടാക്കുന്ന പ്രതിഫലം. ഏകദേശം 474 കോടിയിലധികം രൂപയാണ് ആസ്തി. ഒരു മാസം 3 കോടിയിലധികവും വർഷത്തിൽ 45 കോടിയിലധികവുമാണ് വിജയുടെ വരുമാനം. 3-ാം സ്ഥാനത്തുള്ളത് 75 കോടി നികുതി അടച്ച ബോളിവുഡിലെ മറ്റൊരു സൂപ്പർ സ്റ്റാറായ സൽമാൻ ഖാനാണ്. ഏകദേശം 2900 കോടിയിലധികം രൂപ ആസ്തിയുള്ള നടനാണ് സൽമാൻ ഖാൻ. കേവലം സിനിമാ അഭിനയത്തിനപ്പുറം ബിസിനസ്സിൽ ഉൾപ്പെടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള താരത്തിന് 30 വർഷത്തെ സിനിമാ കരിയറിൽ നിന്ന് കിട്ടിയ പ്രതിഫലം ചെറുതൊന്നുമല്ല. അതേസമയം തൊട്ടു പിന്നിലായി 4-ാം സ്ഥാനത്തുള്ളത് 71 കോടി അടച്ച അമിതാഭ് ബച്ചനാണ്. അഭിനേതാവ് എന്ന നിലയിൽ മാത്രമല്ല, നിർമ്മാതാവ്, ഗായകൻ, ടെലിവിഷൻ ഷോ അവതാരകൻ എന്നിങ്ങനെ സകല മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന ബോളിവുഡിന്റെ ബിഗ് ബി ആണ് ഇദ്ദേഹം. ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടന്മാരിൽ ഒരാളാണ് അമിതാഭ് ബച്ചൻ. ഏകദേശം 3000 കോടിയിലധികമാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്നാണ് റിപ്പോർട്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ബിഗ് ബിയുടെ പ്രതിമാസ വരുമാനം എന്നത് 5 കോടിയിലധികമാണത്രേ. അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം ഏകദേശം 60 കോടിയിലധികവും. മലയാള സിനിമാ മേഖലയിൽ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചത് നടൻ മോഹൻലാലാണ്. അദ്ദേഹം ഈ സാമ്പത്തിക വർഷം അടച്ച ടാക്സ് 14 കോടിയാണ്. ഒരു വർഷം 2-3 ചിത്രങ്ങളിൽ മാത്രമാണ് അദ്ദേഹം അഭിനയിക്കുന്നതെങ്കിലും പ്രതിവർഷം അദ്ദേഹത്തിന്റെ വരുമാനം 50 കോടിക്ക് മുകളിലാണ്. സിനിമകളിൽ നിന്ന് മാത്രമല്ല, ബിസിനസ് രംഗത്ത് നിന്നും അദ്ദേഹത്തിന് വമ്പൻ തുക വരുമാനമുണ്ട്. കേരളത്തിലുടനീളമുള്ള തിയേറ്റർ ശൃംഖലയും അദ്ദേഹത്തിനുണ്ട്. ഓട്ടോമൊബൈൽസ്, ഇലക്ട്രോണിക്സ്, ഫുഡ് എന്നിങ്ങനെ വിവിധ മേഖലകളിലെ മുൻനിര ബ്രാൻഡുകളുടെ അംബാസിഡർ കൂടിയാണ് മോഹൻലാൽ. താരത്തിന്റെ ആകെ ആസ്തി $50 മില്യൺ ആണത്രേ. അതായത് ഇന്ത്യൻ തുക 416 കോടിയോളം രൂപ. ഇതാണ് ഇപ്പോൾ പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്.